ലിസൺ സ്റ്റുഡൻസ്, ഇന്ന് നാം പറയുന്നത് മീലി മെഷീനെ എങ്ങനെ ഒരു മോർ മെഷീനിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ്. എന്താണ് മീലി മെഷീൻ എന്നോ എന്താണ് മോർ മെഷീൻ എന്നോ നിങ്ങൾക്കറിയാം. ഫങ്ഷൻ്റെ ഡിഫറൻസ് ആണ് അതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മീലി മെഷീനെ മോർ മെഷീനിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതായത് മീലി മെഷീൻ്റെ ട്രാൻസിഷൻ ടേബിളിനെ എങ്ങനെ ഒരു മോർ മെഷീനിലെ ട്രാൻസിഷൻ ടേബിളാക്കി മാറ്റാം എന്നാണ് നാം ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിട്ടുള്ളത്. സ്റ്റേജസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻപുട്ട് എ ആകുമ്പോഴുള്ള ഔട്ട്പുട്ട്സുകൾ തന്നിട്ടുണ്ട്. ഇൻപുട്ട് ബി ആകുമ്പോഴുള്ള ഔട്ട്പുട്ടുകളും തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇനീഷ്യൽ സ്റ്റേജ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടിക്കണേ. Q0 ആകുമ്പോൾ സ്റ്റേജ് Q0 ആകുമ്പോൾ ഇൻപുട്ട് Q3ൻ്റെ വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റ് Q3 ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇൻപുട്ട് എ ആകുമ്പോൾ സ്റ്റേറ്റ് Q3യും ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതേപോലെ തന്നെ ഇൻപുട്ട് ബി ആകുമ്പോൾ സ്റ്റേറ്റ് Q1ഉം ഔട്ട്പുട്ട് 1ഉം ആയിരിക്കും. അതേപോലെ Q1 സ്റ്റേറ്റ് വരുമ്പോൾ ഇൻപുട്ട് എ ആയാൽ Q0 സ്റ്റേറ്റും 1 ഔട്ട്പുട്ടായിരിക്കും. ഇൻപുട്ട് ബി ആകുമ്പോൾ സ്റ്റേറ്റ് Q3യും 0 ആയിരിക്കും. അങ്ങനെ ഓരോന്നിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെ മോർ മെഷീനിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. മോർ മെഷീനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം സ്റ്റേജസിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. അതായത് നമുക്ക് ചെക്ക് ചെയ്യണം, ഇൻപുട്ട് സിമ്പിൾ എ ആകുമ്പോഴും ഇൻപുട്ട് സിമ്പിൾ ബി ആകുമ്പോഴും സ്റ്റേറ്റിൻ്റെ വാല്യൂ ഒന്ന് തന്നെയാണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതായത് Q0 ചെക്ക് ചെയ്യാം. Q0 ഇവിടെ എ ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. ഇവിടെ ബി ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. സോ ചേഞ്ചുകളില്ല. ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ Q0 അതുപോലെ എഴുതുക. അതേസമയം Q1 നോക്കൂ. Q1 ഇവിടെ ഔട്ട്പുട്ട് 0 ആണ്. എ വരുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. ബി ഇൻപുട്ട് വരുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. Q1 0 Q1 1 രണ്ട് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ഔട്ട്പുട്ട് 0 വരുന്നതുകൊണ്ട് ഒന്ന് ഔട്ട്പുട്ട് 1 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റിൽ ചെറിയ ചേഞ്ച് വരും. 0 വരുന്നതിന് നമ്മൾ Q1 0 എന്നും 1 വരുന്നതിന് Q1 1 എന്നാണ് കൺസിഡർ ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Q1 രണ്ട് ഡിവിഷനുണ്ട്. ഔട്ട്പുട്ട് 0 വരുന്ന ഡിവിഷനും ഔട്ട്പുട്ട് 1 വരുന്ന ഡിവിഷനും. ഔട്ട്പുട്ട് 0 വരുന്നതിന് Q1 0 എന്നും ഔട്ട്പുട്ട് 1 വരുന്നതിനെ Q1 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ Q1 0 രണ്ടായി മാറും. Q1 0യും Q1 1ഉം. പിന്നെ അടുത്ത Q2 ആണ്. Q2 നോക്കൂ. Q2 ഇവിടെ വാല്യൂ 1 ആണ്. ഇവിടെ വാല്യൂ 0 ആണ്. അപ്പോഴും രണ്ട് ഔട്ട്പുട്ട് വരുന്നു. അപ്പോൾ ഇതേ ചേഞ്ച് അവിടെയും റിപ്പീറ്റ് ചെയ്യും. 0 വരുന്നതിന് ഔട്ട്പുട്ട് 0 വരുന്നതിന് Q2 0 എന്നും ഔട്ട്പുട്ട് 1 വരുന്നതിന് Q2 1 എന്നും റെപ്രസെൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ Q2 0 Q2 1 എന്ന് എഴുതിയത്. ഇനി Q3 നോക്കുക. Q3ക്ക് ഇവിടെ ഔട്ട്പുട്ട് 0 ആണ്. ഇൻപുട്ട് ബി ആകുമ്പോഴും ഔട്ട്പുട്ട് 0 ആണ്. അതുകൊണ്ട് തന്നെ ചേഞ്ചുകളൊന്നുമില്ല. സോ അതുപോലെ എഴുതി. അപ്പോൾ സ്റ്റേറ്റിൽ വരുന്ന ചേഞ്ച് ഇങ്ങനെയാണ്. Q1 എന്നുള്ള Q1 0യും Q1 1ഉം ആയി ഡിവൈഡ് ചെയ്യൂ. Q2 എന്നുള്ള Q2 0 ആയിട്ടും Q2 1 ആയിട്ടും ഡിവൈഡ് ചെയ്തു. അങ്ങനെ രണ്ട് ഡിവിഷനാണ് അവിടെ മെയിനായിട്ട് വരുന്നത്. അത് എഴുതുക. ഇനി ഇൻപുട്ട് സിമ്പലിനും ഔട്ട്പുട്ട് സിമ്പലിനുള്ള വ്യത്യാസമാണ് എഴുതേണ്ടത്. അപ്പോൾ നോക്കൂ. Q0 എഴുതുമ്പോൾ Q3ക്ക് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അതുപോലെ എഴുതി. Q3 0 അതുപോലെ എഴുതി. Q1 1 ചേഞ്ച് ഉണ്ട്. 1 ഔട്ട്പുട്ട് ആകുമ്പോൾ Q1 എന്നുള്ളത് Q1 1 ആവും. സോ Q1 1 1 എന്ന് എഴുതി. ഇനി അടുത്ത് Q1 ആണ്. Q1 രണ്ട് ഡിവിഷനുണ്ട്. Q1 0യും Q1 1ഉം. അതിൽ Q1 0 ആയാലും Q1 1 ആയാലും ഈ ഒരു ലൈൻ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ Q0 1 ആണ്. Q0ക്ക് ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടിലും Q0 1 എന്ന് എഴുതി. ഇനി Q3 0ക്ക് ചേഞ്ച് ഇല്ല. അതുകൊണ്ട് രണ്ടിലും Q3 0 എന്ന് എഴുതി. സോ Q1 എന്നുള്ള ഡിവിഷൻ കഴിഞ്ഞു. പിന്നെ അടുത്ത് Q2 0യും Q2 1 ആണ്. Q2 0യും Q2 1ഉം കൺസിഡർ ചെയ്യുന്ന ഈ ലൈനാണ്. Q2 1 ആണ്. 2 എന്ന് പറഞ്ഞ രണ്ട് ഡിവിഷൻ ഉള്ളതാണ്. 1 ഔട്ട്പുട്ട് ആകുമ്പോൾ Q2 എന്ന് പറയുന്നത് Q2 1 ആവും. സോ Q2 1 1 എന്ന് എഴുതി. ഇപ്പോൾ രണ്ടിലും Q2 1 1 എന്ന് എഴുതി. പിന്നെ അവിടെ അടുത്ത് Q2 0 ആണ്. Q2 0 ആണെങ്കിൽ Q2 എന്നുള്ളത് എന്തായി മാറും? Q2 0 ആവും. 0 ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ Q2 0 ആയിരിക്കും. സോ Q2 0 എന്ന് എഴുതി. Q3ക്ക് ഒറ്റൊന്നേ ഉള്ളൂ. Q3 മാത്രം. അവിടെ Q1 0 ആണ്. 0 വരുമ്പോൾ 1 എന്നുള്ളത് Q1 1 ആവും. സോ Q1 0 വരുമ്പോൾ Q1 0 ആവും. 1 ഔട്ട്പുട്ട് വരുമ്പോൾ Q1 1 ആവും. ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ Q1 0 എന്ന് എഴുതി. Q0ക്ക് ചേഞ്ച് ഒന്നുമില്ല. അത് അതുപോലെ എഴുതി. ഇങ്ങനെയാണ് എഴുതേണ്ടത്.
ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു കോളുണ്ട്. അതെങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കൂ. ഇവിടെ Q0ൻ്റെ കേസ് നോക്കുക. Q0ൻ്റെ കേസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ടത് എവിടെയാണ് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുമ്പോൾ Q0ൻ്റെതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. Q0 ഇവിടെ വരുന്ന ഔട്ട്പുട്ടുകൾ നോക്കുക. Q0 ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ എല്ലായിടത്തും 1 ആണ്. സോ ഔട്ട്പുട്ട് 1 എന്നത്. ഇനി അടുത്തത് Q10 നോക്കൂ. ഇവിടെ 0 ആണ്, സോ ഒറ്റ ഉള്ളൂ. Q10 0 ആയതുകൊണ്ട് 0 ആണ്. Q11 ചെക്ക് ചെയ്യുക. Q11 ഇവിടെ ഉണ്ട്. Q11 1 ആണ്. Q20 0, Q20 0, സോ 0. Q21 ആണ്. Q21 1, Q21 1. ഇനി Q3 0, Q3 0. അങ്ങനെയാണ് ഔട്ട്പുട്ട് എഴുതുക. ഇത്ര എഴുതിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ ചെയ്യേണ്ടത് ഈ എയിൻ്റെ ഔട്ട്പുട്ടുകളും എ ഇൻപുട്ട് ആകുമ്പോഴുള്ള ഔട്ട്പുട്ടുകളും ബി ഇൻപുട്ട് ആകുമ്പോഴുള്ള ഔട്ട്പുട്ടുകളും ഇല്ലേ, ഈ വാല്യൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിള് മോർ മെഷീൻ്റെ, അതായത് മിനി മെഷീൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ തന്നെ അതാണ്. ഈ ഔട്ട്പുട്ടുകളെല്ലാം പോയി ഈ ഒരൊറ്റ ലാസ്റ്റ് വരുന്ന ഒരൊറ്റ ഔട്ട്പുട്ടായിട്ട് കാണിച്ചാൽ പ്രോസസ്സ് കഴിഞ്ഞു. അതായത് സ്റ്റേറ്റ് Q0, Q1 0, Q11, Q20, Q21, Q3 എന്നെഴുതി ഇൻപുട്ട് എ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റുകളാണ് എഴുതേണ്ടത്. Q3, Q0 എന്ന് പറയുന്ന ആ സ്റ്റേറ്റുകൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഈ ഒരു ഇൻപുട്ട് സിമ്പലും ഈ എ എന്ന ഇൻപുട്ട് സിമ്പലിലെ ഔട്ട്പുട്ടും ബി എന്ന ഇൻപുട്ട് സിമ്പലിലെ ഔട്ട്പുട്ടും അത് മൊത്തം റിമൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് എഴുതി. അത്രേ ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. അതായത് ഇവിടെയുള്ള ഇൻപുട്ട് സിമ്പലിൻ്റെ ഔട്ട്പുട്ട് ഒഴിവാക്കി, ഇവിടെ ഇൻപുട്ട് സിമ്പലിൻ്റെ ബി എന്ന ഇൻപുട്ട് സിമ്പലിൻ്റെ ഔട്ട്പുട്ട് ഒഴിവാക്കി. ഇങ്ങനെയാണ് മോർ മെഷീനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺവേർഷൻ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരേ ഔട്ട്പുട്ടാണോ രണ്ട് സൈഡിൽ സ്റ്റേറ്റിന് എ എന്ന ഇൻപുട്ടിലും ബി എന്ന ഇൻപുട്ടിലും ഒരേ ഔട്ട്പുട്ടാണോ ചെക്ക് ചെയ്യുക. വ്യത്യസ്ത ഔട്ട്പുട്ടുകളാണെങ്കിൽ സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്യുക. 0 ഔട്ട്പുട്ട് വരുന്നതിന് ഇപ്പോൾ 1 ആണെങ്കിൽ Q1 0 എന്നും Q1 1 ഡിവൈഡ് ചെയ്യുക. Q2 ആണെങ്കിൽ Q2 0 എന്ന് Q2 1 ഡിവൈഡ് ചെയ്യുക. Q3 ആണെങ്കിൽ Q3 0 Q3 2 എന്ന് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റേറ്റിനെ അപ്പുറത്തെ അടുത്ത ടേബിൾ റെപ്രസെൻറ്റ് ചെയ്യുക. റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഓരോന്നിനുള്ള ചേഞ്ചുകൾ, ആ സ്റ്റേറ്റിൽ വരുന്ന ചേഞ്ചുകൾ ഇവിടെയും റെപ്രസെൻറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് ഇവിടെ എടുത്ത് എഴുതുക. എന്നിട്ട് ആ ഇൻപുട്ട് സിമ്പലിൻ്റെ ഔട്ട്പുട്ട് റിമൂവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഓക്കെ, താങ്ക് യു.